ഞാൻ ഞാൻ ജയിച്ച ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ചാടും ചെയ്യാന്ന് പറഞ്ഞില്ല ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നിങ്ങൾ അത് ചെയ്തില്ല. ഞാനിപ്പോ കെട്ടി ചാടും. ഞാനെടുത്ത് ചാടും. എനിക്കൊന്ന് നോക്കാം. ഞാനെടുത്ത് ചാടും. ഞാൻ ചാടും. ഞാൻ ജയിച്ച ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ചാടും. കെട്ടിയ എടുത്ത് കെണ്ടി ചാടി എന്നിട്ടും തല ചീപ്പിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടൊന്ന് മെമ്പർ പോയി അവിടെ നിൽക്കേ പോയി നോക്കട്ടെ. ചാടിയില്ലേ? ചാടി. കഴിഞ്ഞ 5 വർഷം മുമ്പ് കിണറിനെ ചുറ്റി കെട്ടാൻ നല്ല പൈസ തന്നുള്ളൂ. ഇത് കുഴിക്കാൻ പൈസ കിട്ടിയോ? അത് കുടിക്കാൻ ഞാൻ രഘുവിന് കൊടുത്തില്ലയോ? രഘുവിന്റെ ചുറ്റല്ലേ അത് നിങ്ങൾക്ക് തന്നില്ലയോ? അപ്പൊ ഞങ്ങളുടെ കുഴി ഇത് എല്ലാം കൂടെ ഒരാൾക്ക് തരാൻ പറ്റുമോ? കണ്ടോ, ഇത് ആ മെമ്പറിന്റെ പരിപാടി. മെമ്പറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇത് ശരിയാകത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ റെഡിയാക്കി തരാം. ഒരു അപേക്ഷ കൊടുത്താൽ മതി, റെഡിയാക്കി തരാം. നിങ്ങൾ ആരും തമ്മിൽ അടിക്കാതെ വഴക്കുണ്ടാക്കാതെ ഞാൻ പറയട്ടെ, ഇവിടെ ആങ്ങളെ ഉണ്ടല്ലോ, അവൻ ഇത്രയും നാശം ഈ വീട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നു. എന്റെ ആങ്ങളെ എന്തോ നാശം ഉണ്ടാക്കി? നിന്നാങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. നിന്നാങ്ങളെ എന്റെ ആങ്ങളെ എന്തോ ശല്യം ചെയ്തു ഇവിടെ? എന്നോട് ഒരു ശല്യം അടി. എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയാലോ. എന്റെ ആങ്ങള ഇവര് ഇല്ലാത്ത സമയത്ത് എന്റെ ആങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ പല കാര്യങ്ങൾക്കും. പണിയില്ല, ഞാൻ പണിക്ക് പോകത്തില്ല. സഹായമായിട്ട് നിപ്പില്ലേ? ആര് പറഞ്ഞു? മെമ്പർ പറയുമ്പോലല്ല, ഞാൻ പറയാലോ. ഞാൻ പറയട്ടെ, ഇവിടെ ആങ്ങളെ ഇവിടെ വന്ന് പണി ഇവിടെ ചെയ്തു വെച്ചു. അത് നീ താരനുണ്ട് സുനിതേ. താരനുണ്ടോ? എന്നിട്ട് എടി നിന്നാങ്ങളെ ഇവിടെ വന്ന് സുനിതേ കാലി കടയ്ക്കാം, മടി കിടക്കാവോ? നിങ്ങൾ നിർത്തുന്ന എന്തിനാ? നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ എന്തിനാ നിർത്തുന്നത്? ഞാൻ ഈ ചോദിച്ചതാണല്ല. ഞാൻ പറയാം, ഇപ്പൊ ഇവള് ഇവിടെ ആങ്ങളെ ഇവിടെ വന്ന് ഇതിപ്പോ ഇത്ര പ്രശ്നം ഉണ്ടാക്കി. അങ്ങനല്ലയോ? അങ്ങനെയൊക്കെയാ. എന്നിട്ട് ഇവള് ആങ്ങളെ വന്ന ഈ പരിപാടി ഇത്ര എന്റെ ഈ കക്കൂസ് ഇത്ര നാശമാക്കി വെച്ചത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം പോയിട്ട് പിന്നെ വന്ന് പറ. പിന്നെ വരാം. ഒരു കാര്യം അണ്ണയ്ക്ക് മനസ്സിലായി. ഞാൻ ഇപ്പഴാ ചിന്തിച്ചു. ഇത് കൊള്ളലോടാ. ആങ്ങളുടെ കുറ്റം എന്തോ നിങ്ങൾ പറയില്ല. ഇവളേതാന്നറിയോ? ഇവളെ ഓമന്റുക്കരിയാ. ഞാൻ അവിടെ തടിമുറിക്കേക്ക് പോയ പണിക്ക്. ഇവളിവിടെ വീട്ടിൽ നിന്ന് വിറക് വറക്കാൻ വന്നു. ഈ കൈക്കമ്പ് എല്ലാം വാരിക്കണം കട്ടോണ്ട് പോയി. ഇത് ചോദിക്കാൻ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പിന്നെ അവൾ എന്നെ വിട്ടില്ല. സത്യമായിട്ട് ഇവക്ക് താഴെ 6 പുഴയാണോ? പുഴയല്ലെന്ന് 6 പെണ്ണുങ്ങളാ. പിന്നെ 6 പേരും ഇവളെ കൂടെ കുട്ടി 7 ആയോ? 7 പേരും പട്ടിണിയാ. സത്യമായിട്ടും പിറ്റേ ദിവസം മുതൽ 8 പേര് പട്ടിണിയാ. 8 വരെ ഞാൻ ചെന്ന് കയറി കൊടുത്തില്ലയോ? 6 ഇട്ടിട്ടോ എന്റെ പൊന്നെ. അതങ്ങ് പോട്ടെ മെമ്പറെ, ഒന്നുമില്ലാത്ത പാവങ്ങള്. നിനക്കോ? എനിക്ക് നേരത്തെ ഒന്നും ഇല്ലല്ലോ. ആരുടെ പറഞ്ഞു മനസ്സിലാക്കി? മെമ്പർ അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന മെമ്പറെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ആര് പൊളിച്ചിട്ടാ നിങ്ങൾ പറയുന്നത്? ഇതാര് വിളിച്ചിട്ടാന്ന് ചോദിച്ചാല് ഇച്ചിരി പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ഇവിടെ ആങ്ങളെ കൂടെ ചെയ്തൊരു പരിപാടി ചെയ്തു. സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചു പറയും. ഞാൻ തുറന്നു. ഈ പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ ആങ്ങളോട് പറഞ്ഞു, പിന്നെ ഇതുപോലെ ഹൈടെക് ബാത്റൂം കിട്ടുന്നുണ്ട് കക്കൂസ്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് അത് കിട്ടണം. അന്ന് ഇന്നലെ രാത്രി ഇരുന്നോണ്ട് അവനെ ഈ കുന്തം പണിയിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഞാനൂടെ കൂടി തല്ലി പൊളിച്ചു കളഞ്ഞു. ആള് കൊള്ളാല്ല.